എല്ലാവർക്കും നമ്മുടെ മറ്റൊരു കിടിലൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കിടിലെന്ന് ചുമ്മാ പറഞ്ഞൊന്നുമല്ല കേട്ടോ, നല്ല കിടിലൻ ഡിസൈൻസ്, നല്ല എന്നാ പറയുക, മാർക്കറ്റിൽ തന്നെ ആദ്യമായിട്ട് വരുന്ന നല്ല അടിപൊളി ഡിസൈൻസ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് എല്ലാവരും കാണാൻ ട്രൈ ചെയ്യുക. എങ്കിൽ ഡിസൈൻസൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഈ ഡിസൈൻസൊക്കെ നിങ്ങൾ ഏതെങ്കിലും ബ്രാൻഡിൽ കണ്ടിട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, നമുക്ക് ഒരുപാട് ബ്രാൻഡിൻ്റെ ഡിസൈൻസൊക്കെ വരാറുള്ളതാണ്. പല ഫേമസ് ബ്രാൻഡും എന്താ പറയുക, ഇവരെ ലാൽജ്വാലയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഡിസൈൻസ് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതും ഇതുപോലത്തെ ഇത്ര നല്ല ഡിസൈൻസ് ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ലാൽജ്വാല സ്റ്റിക്ക് വിത്ത് ലാൽജ്വാല എന്ന് പറയാൻ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ കാണിക്കുന്ന എല്ലാം 290 കട്ടാണ്. ഇതിൻ്റെ റേറ്റ് വരെ 143 പ്ലസ് GST ആണ്. GST ഉൾപ്പെടെ ഏകദേശം 150 രൂപ അടുത്ത് റേറ്റ് വരും. മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസസ് ആണ് കേട്ടോ. ഈ കാണിക്കുന്ന ഡിസൈനൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ക്ലാസ് ഡിസൈനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ടോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. രാജവാടി പ്രിൻറ്റിൽ വരുന്ന നല്ല അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ. പിന്നെ കുറേ പേർക്ക് ഇപ്പോഴും പേടിയുണ്ട്, രാജവാടി പ്രിൻറ്റിൻ്റെ പ്രിൻറ്റ് പോവോ അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ പെയിൻറ്റാണ്, അതിൻ്റെ മുകളിൽ കാണുന്ന പെയിൻറ്റാണ്, ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പെയിൻറ്റാണെന്നൊക്കെ പറയുന്നു, ഏതാണെന്ന് കറക്റ്റ് അറിയില്ല. എന്തായാലും ഫാബ്രിക് പെയിൻറ്റാണ്. ആ പെയിൻറ്റ് അതിൻ്റെ അടിയിലായിട്ട്, അതായത് തുണിയായിട്ട് ജോയിൻ്റ് ആവുന്നിടത്തൊരു പശയുണ്ട്. ഈ പശ, ഈ ഒരു കമ്പനി ഉപയോഗിക്കുന്ന പശയ്ക്ക് ഏകദേശം ഒരു കിലോയ്ക്ക് 150 രൂപ വരെ വിലയുണ്ട്. വേറെ പല ബ്രാൻഡുകളും അത് ഒരു 65-70 ആ തോതിലുള്ള പശകളും ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല കുറഞ്ഞ ഐറ്റംസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പണി കിട്ടിയതുകൊണ്ടായിരിക്കാം ഇപ്പോഴും കുറേ പേർക്കൊക്കെ പേടിയുള്ളത്. പക്ഷേ ഈ ലാൽജ്വാല എടുക്കാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെച്ചാൽ ഒരുപാട് പേര് ഇതെടുക്കാൻ പേടിയുണ്ടായിട്ട് എടുത്തിട്ട് പിന്നീട് ഒരിക്കലും പ്രോഷൻ പ്രിൻറ്റ് വേണ്ടാന്ന് പറഞ്ഞ് ഇത് തന്നെ മതി എന്ന് പറഞ്ഞ് നമ്മുടെ നിന്ന് എടുക്കുന്നവരുണ്ട്. അതാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് പറയുന്നത് ഇതിനെക്കുറിച്ച്. പിന്നെ മാർക്കറ്റിൻ്റെ നീഡ് എന്താണോ അതനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ പുതിയ ഡിസൈൻസുകൾ എപ്പോൾ നമ്മൾ ഇറക്കിയാൽ മാത്രമാണ് ഫാഷൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് എപ്പോഴും പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അതായത് ഡിസൈനുകളിലും ഐറ്റത്തിലും എന്തെങ്കിലുമൊക്കെ പുതുമ എപ്പോഴും നിലവിൽ വേണം, അല്ലെങ്കിൽ പുതുമ എപ്പോഴും വേണം. പുതുമ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബിസിനസ് നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ആ പുതുമ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ തന്നെ എന്താണെന്ന് ഒന്ന് ശരിക്കും പറഞ്ഞുതരാമെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത ഒരു വീഡിയോ തന്നെ അത് പറഞ്ഞുതരാം. അപ്പോൾ അതനുസരിച്ച് എപ്പോഴും പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ. എന്താണ് മാർക്കറ്റിൻ്റെ ആവശ്യം അതനുസരിച്ച് നിങ്ങൾ എപ്പോഴും പർച്ചേസ് ചെയ്യാൻ നോക്കുക. കസ്റ്റമറിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഡിസൈൻസ് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. എന്താ പറയുക, നമ്മൾ ഒരിക്കലും ട്രൈ ചെയ്തിരിക്കരുത് ഒന്നിന് വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്യുക, ബിസിനസ് ഉണ്ടാക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ഡിസൈൻസുകൾ നമുക്ക് കമ്പനികൾ തരുന്നുണ്ട്, അത് ഞങ്ങൾക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുക, കസ്റ്റമറിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പീഡായിട്ട് ചെയ്യുക. പിന്നെ ഒരു സർപ്രൈസ് ഐറ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എത്തിയില്ല. നമ്മുടെ ട്രാൻസ്പോർട്ടിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു ഡിലേ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് കാരണം അത് എത്തിയില്ല. അത് കാരണമാണ് ഈ വീഡിയോ ഇന്ന് കയറി വന്നത്. അത് അടുത്ത് തന്നെ വരും. അടുത്ത വീഡിയോ മിക്കവാറും അതിൻ്റെ ആയിരിക്കും. അത് വിപണിയിൽ തന്നെ ആദ്യമായിരിക്കും കേട്ടോ ആ ഒരു ഐറ്റം ലോഞ്ചിങ്. ഇതിന് മുമ്പ് നമ്മളൊരു എന്താ പറയണ, നമ്മുടെ കോപ്പർ ഗോൾഡ് എന്ന് പറഞ്ഞ ഐറ്റം കൊണ്ടുവന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പം അത് കൊണ്ടുവന്ന സമയത്തൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ലായിരുന്നു ഐറ്റം. ഒരു നമ്മുടെ കസ്റ്റമേഴ്സ് സ്വീകരിക്കുന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. നൈറ്റ് വിത്ത് ഷാൾ വരെ അതിനകത്ത് വന്നു. അതെല്ലാം ഐറ്റംസൊക്കെ നല്ല രീതിക്ക് സെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വീഡിയോയിൽ എനർജി കാണില്ലല്ലോ എന്ന് ചോദിച്ചവർക്ക് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഓക്കെ ആണോ എന്ന് പറയുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയും കൂടുതൽ ഡിസൈൻസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.